ഗുഡ് മോർണിംഗ്. ഓഡിബിൾ അല്ലേ വോയിസ്? വോയിസ് ഓഡിബിൾ ആവുന്നുണ്ടോ? ഓക്കെ ഓക്കെ, ശരി ശരി. ഒന്ന് അറ്റൻഡൻസ് പറയണമെന്ന്. അക്ഷയ്, അക്ഷയ് എത്തിയില്ല. അഞ്ജന, Present, sir. അനുശ്രീ, Present, sir. അഷ്ന, Present, sir. അശ്വിൻ, അശ്വിനില്ല. ഡൊമിനിക്, ഡൊമിനിക് എത്തിയില്ല. ഡൊമിനിക്, ആദിൽ, Present, sir. റോഷ്നി, Present, sir. ഷീസ്, Present, sir. ഷാരോൺ, വിഷ്ണു പ്രകാശ്, Present, sir. വൈഷ്ണവ്, വൈഷ്ണവ് എത്തിയില്ലേ? ഓക്കെ, അവര് ജോയിൻ ചെയ്യട്ടെ. എങ്ങനെയുണ്ടായിരുന്നു ഇന്നലെ എക്സാം? എങ്ങനെയുണ്ടായിരുന്നു സീരീസ് എക്സാം? കുഴപ്പമില്ല. ഓക്കെ ഓക്കെ. Okay. So we have been discussing about third module അല്ലേ? തേർഡ് മൊഡ്യൂളിലെ കേസ് സ്റ്റഡീസ് ആയിരുന്നു നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്ന ടോപ്പിക് എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് 2 കേസ് സ്റ്റഡീസ് ആണ് പഠിക്കാനുള്ളത് അല്ലേ? അതിൽ ആദ്യത്തെ കേസ് സ്റ്റഡീസ് ആണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡീൽ ചെയ്തത്. ആൻഡ് ദാറ്റ് വാസ് ചാലഞ്ചർ ഡിസാസ്റ്റർ അല്ലേ? ചാലഞ്ചർ എന്ന് പറയുന്ന സ്പേസ് ക്രാഫ്റ്റിന്റെ ഡിസാസ്റ്ററിന്റെ ആ ഒരു കേസ് സ്റ്റഡി ആയിരുന്നു നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നോക്കിയിട്ടുണ്ടായിരുന്നത്. ആൻഡ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന സെക്കൻഡ് കേസ് സ്റ്റഡി എന്ന് പറയുന്നത് യു ക്യാൻ സീ ഹിയർ ഭോപ്പാൽ ഗ്യാസ് ട്രാജഡി. സോ അതാണ് നമ്മുടെ ഇന്നത്തെ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത്. അപ്പോൾ ഭോപ്പാൽ ഗ്യാസ് ട്രാജഡി നിങ്ങൾക്ക് ഫെമിലിയർ ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് അല്ലേ? കാരണം നിങ്ങൾ നോക്കിയ ഈ ഒരു പിക്ചർ അല്ലെങ്കിൽ ഈ പിക്ചർ കാണാത്ത ഇന്ത്യക്കാരുണ്ടാവില്ല നമുക്ക് പറയാൻ പറ്റും അല്ലേ? കാരണം അത്രത്തോളം നമ്മളെ മനസ്സിനെ വേദനിപ്പിച്ച ഒരു പിക്ചറാണ് ഈ നമ്മൾ ഈ കാണുന്നത് അല്ലേ? ആൻഡ് ഈ ഒരു പിക്ചറിൽ നിന്ന് ക്ലിയർ ആണ് എത്രത്തോളം സിവിയർ ആയിരുന്നു നമ്മുടെ ആ ഭോപ്പാൽ ഗ്യാസ് ട്രാജഡി എന്ന് പറയുന്ന ഒരു കാര്യം. ആ ഭോപ്പാൽ ഗ്യാസ് ട്രാജഡി ആ ദുരന്തത്തിൽ ഉണ്ടായ അതിന്റെ എഫക്റ്റ് ആയിട്ടുണ്ടായ ഒരു പിക്ചറാണ് നമ്മൾ ഈ കാണുന്നത്. ഓക്കെ, ഈ പിക്ചർ ഫെമിലിയർ ആയിട്ടില്ലേ? കണ്ടിട്ടുണ്ടാവില്ല എല്ലാവരും? ഫെമിലിയർ ആയിട്ടുള്ള കാര്യമല്ലേ? ഓക്കെ, അപ്പൊ നമ്മുടെ ഭോപ്പാൽ ഗ്യാസ് ട്രാജഡി ആയിട്ട് റിലേറ്റഡ് ആയിട്ട് വന്ന ഒരു പിക്ചർ ആയിരുന്നു കേട്ടോ. നമ്മളൊക്കെ ജനിക്കുന്നതിന് എത്രയും വർഷം മുന്നേ നടന്നിട്ടുള്ള ഒരു കാര്യമാണ്. പക്ഷെ ഇന്നും നമ്മുടെയൊക്കെ മൈൻഡിൽ ഈ ഒരു പിക്ചർ എന്ന് പറയുന്നത് അത്രയും ഇൻസ്റ്റിങ്ക്റ്റ് ആയിട്ട് നമ്മുടെ ഉള്ളിൽ ഉണ്ടല്ലേ? ഓക്കെ, സോ നമുക്ക് നോക്കാം. Bhopal gas tragedy is the world's worst industrial disaster that occurred in 1984 due to the gas leakage from a pesticide production plant, the Union Carbide India Limited, located in Bhopal, Madhya Pradesh. Okay.
സോ നമ്മുടെ ഭോപ്പാൽ ഗ്യാസ് ട്രാജഡിനെ പറ്റി പറയുമ്പോൾ നമ്മുടെ വേൾഡിൽ തന്നെ ഉണ്ടായതിൽ വെച്ചിട്ടുള്ള ഏറ്റവും വലിയൊരു ഡിസാസ്റ്റർ ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്നുണ്ട്. അല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യയിൽ നടന്നിട്ടുള്ള ഏറ്റവും വലിയൊരു ഡിസാസ്റ്റർ ദുരന്തമായിട്ട് നമുക്ക് പ്രസന്റ് ചെയ്യാൻ പറ്റുന്ന പറയാൻ പറ്റുന്ന ഒരു ഇൻസിഡന്റ് ആണ് നമ്മുടെ ഭോപ്പാൽ ഗ്യാസ് ട്രാജഡി എന്ന് പറയുന്നത്. അത്രത്തോളം സിവിയർ അറ്റാക്ക് ആയിരുന്നു അന്നുണ്ടായിരുന്നത്. അത്രത്തോളം സിവിയർ ആയിട്ടുള്ള ഒരു ഡിസാസ്റ്റർ ആയിരുന്നു നമ്മുടെ ഭോപ്പാൽ ഗ്യാസ് ട്രാജഡി എന്ന് പറയുന്നത്. ഓക്കെ, and it was happened in the year 1984. 1980 ഡിസംബറിലാണ് ഈ ഒരു സംഭവം നടന്നിട്ടുള്ളത്. ഓക്കെ, ആൻഡ് ഡ്യൂ ടു ദ ഗ്യാസ് ലീക്കേജ് ഫ്രം എ പെസ്റ്റിസൈഡ് പ്രൊഡക്ഷൻ പ്ലാന്റ് ദ യൂണിയൻ കാർബൈഡ് ഇന്ത്യ ലിമിറ്റഡ്. അപ്പൊ നമ്മുടെ ഇന്ത്യയിലുള്ള ഒരു പെസ്റ്റിസൈഡ് പെസ്റ്റിസൈഡ് എന്ന് പറഞ്ഞാൽ അറിയില്ലേ, കീടനാശിനി അല്ല. കീടനാശിനി ഉണ്ടാക്കുന്ന ഒരു പ്രവർത്തനശാലയായിരുന്നു, ഒരു പ്രൊഡക്ഷൻ പ്ലാന്റ് ആയിരുന്നു നമ്മുടെ യൂണിയൻ കാർബൈഡ് ഇന്ത്യ ലിമിറ്റഡ് എന്ന് പറയുന്നത്, UCIL നമ്മൾ ഷോർട്ട് ആയിട്ട് പറയും. ആൻഡ് ഇറ്റ് വാസ് സിറ്റുവേറ്റഡ് ഇൻ ഭോപ്പാൽ, മധ്യപ്രദേശിലെ ഭോപ്പാൽ എന്ന് പറഞ്ഞ സ്ഥലത്തായിരുന്നു നമ്മുടെ ഈ ഒരു പ്രൊഡക്ഷൻ പ്ലാന്റ് ഉണ്ടായിരുന്നത്. അപ്പൊ ആ ഒരു പ്രൊഡക്ഷൻ പ്ലാന്റിൽ ഉണ്ടായ ഒരു ഗ്യാസ് ലീക്കേജ് ആണ് നമ്മുടെ ഈ ഒരു ഡിസാസ്റ്ററിന് കാരണമായത്. അതാണ് നമ്മുടെ ഈ ഭോപ്പാൽ ഗ്യാസ് ട്രാജഡി എന്ന് പറഞ്ഞ ദുരന്തമായിട്ട് മാറിയത്. ഓക്കെ, ആൻഡ് ഇറ്റ് വാസ് ഒക്കേർഡ് ഇൻ 1984. ഓക്കെ, ഇനി വാട്ട് ലെഡ് ടു ഡിസാസ്റ്റർ, ഈ ഒരു ഡിസാസ്റ്ററിലേക്ക് അല്ലെങ്കിൽ ഈ ഒരു ദുരന്തത്തിലേക്ക് കാരണമായിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്, അതിന്റെ റീസൺസ് എന്തൊക്കെയാണ്, ആൻഡ് അതിന്റെ ആഫ്റ്റർ എഫക്ട്സ് എന്തൊക്കെയാണ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു സെക്ഷനിൽ മെയിൻ ആയിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, കേസ് സ്റ്റഡി എന്ന് പറയുന്നത് നമ്മൾ എങ്ങനെയല്ലേ ആ ഒരു പെർട്ടിക്കുലർ ഇൻസിഡന്റുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഇൻസിഡന്റിന് കാരണമായിട്ടുള്ള അതിന്റെ ബിഹൈൻഡിലുള്ള റീസൺസും അതുപോലെ തന്നെ അതിന്റെ ആഫ്റ്റർ എഫക്റ്റ് ആയിട്ട് ഉണ്ടായിട്ടുള്ള കാര്യങ്ങളുമാണ് നമ്മൾ മെയിൻ ആയിട്ട് നോക്കാൻ പോകുന്നത്. ഓക്കെ, സോ നമുക്ക് നോക്കാം വാട്ട് ലെഡ് ടു ദ ഡിസാസ്റ്റർ, ഈ ഒരു ദുരന്തത്തിലേക്ക് ഡിസാസ്റ്ററിന് കാരണമായിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, സോ നോക്കുക. Union Carbide is a US-based MNC which has branches all over the world. In 1970, they transformed their pesticide plant in Bhopal. In its main plant in US, they produced methyl isocyanate (MIC), which was the main poison used in pesticides, particularly in India. Okay. അപ്പോൾ ഞാനിപ്പോൾ പറഞ്ഞു നമ്മുടെ യൂണിയൻ കാർബൈഡ് ഇന്ത്യ ലിമിറ്റഡ് എന്ന് പറയുന്ന UCIL എന്ന് പറയുന്ന ആ ഒരു പ്രൊഡക്ഷൻ പ്ലാന്റ് അല്ലെ, അവിടെ നിന്നായിരുന്നു നമ്മുടെ ഈ ഒരു ഡിസാസ്റ്റർ നടന്നത്. മധ്യപ്രദേശിലെ ആ ഒരു പെർട്ടിക്കുലർ പ്ലാന്റിൽ വെച്ചിട്ടാണ് നമ്മുടെ ഈ ഒരു ഡിസാസ്റ്റർ നടന്നത് അല്ലെ. അപ്പൊ ഈ യൂണിയൻ കാർബൈഡ് എന്ന് പറയുന്ന കമ്പനി അല്ലെ, അവരുടെ ആക്ച്വൽ റൂട്ട് എന്ന് പറയുന്നത് US ആണ്. അവരുടെ ഹോം എന്ന് പറയുന്നത് US ആണ്. ഒരു US ബേസ്ഡ് ആയിട്ടുള്ള ഒരു MNC മൾട്ടിനാഷണൽ കമ്പനിയാണ് നമ്മുടെ യൂണിയൻ കാർബൈഡ് എന്ന് പറയും. അതിന് നമ്മുടെ വേൾഡിൽ ഓൾമോസ്റ്റ് ഓൾ ഓവർ ദി വേൾഡ് എന്തുണ്ട്, അതിന് ബ്രാഞ്ചസ് ഉണ്ട്, പല സ്ഥലങ്ങളിലായിട്ട് അതിന്റെ ബ്രാഞ്ചസ് ഉണ്ട്. ഓക്കെ, അപ്പൊ US ബേസ്ഡ് ആയിട്ടുള്ള 1970 അവരെന്ത് ചെയ്തത്, അവരുടെ ഒരു ബ്രാഞ്ച് നമ്മുടെ ഇന്ത്യയിൽ ആദ്യമായിട്ട് അവർ സ്റ്റാർട്ട് ചെയ്തത്. ആൻഡ് അത് എവിടെയായിരുന്നു, നമ്മുടെ മധ്യപ്രദേശിലെ ഭോപ്പാൽ എന്ന് പറയുന്ന ഒരു പെർട്ടിക്കുലർ പ്ലേസിലായിരുന്നു. ഓക്കെ, 1970 നമ്മുടെ US എന്ത് ചെയ്തത്, ഈ ഒരു പെർട്ടിക്കുലർ പ്രൊഡക്ഷൻ പ്ലാന്റ് നമ്മുടെ ഇന്ത്യയിൽ സ്റ്റാർട്ട് ചെയ്തത്. ഓക്കെ, ആൻഡ് പിന്നെന്താ പറയുന്നത്, ഇൻ ഇറ്റ്സ് മെയിൻ പ്ലാന്റ് ഇൻ US they produced methyl isocyanate which was the main poison used in pesticides, particularly in India. Okay. അപ്പോൾ എന്താ പറയുന്നത് വെച്ചാല് ഇവരുടെ ഈ ഇവരുടെ ഹോം എന്ന് പറയുന്നത് US അല്ലേ, US ബേസ്ഡ് ആയിട്ടുള്ള കമ്പനിയാണ് അല്ലെ. അപ്പൊ ആ ഒരു US ഇവരെന്ത് ഉണ്ടായിരുന്നു, ഈ മീഥൈൽ ഐസോസയനേറ്റ് എന്ന് പറയുന്ന ഈ ഒരു ടോക്സിക് ആയിട്ടുള്ള ഒരു പോയിസന്റെ പ്രൊഡക്ഷൻ അവിടെ നടന്നുകൊണ്ട് ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഓക്കെ, ആൻഡ് അതേ സെയിം പ്ലാന്റ് ആണ് ഇവരെവിടെയും തുടങ്ങിയത്, നമ്മുടെ ഇന്ത്യയിൽ ഇവർ സ്റ്റാർട്ട് ചെയ്തത്. ഇന്ത്യയിൽ അതേ ഒരു സെയിം പ്ലാന്റ് തുടങ്ങാനുള്ള റീസൺ എന്ന് പറയുന്നത് നമ്മളെ ഇന്ത്യയിൽ പെസ്റ്റിസൈഡ്സ് കീടനാശിനിയുടെ ഉപയോഗം കുറച്ച് കൂടുതലാണ് അല്ലെ. അപ്പൊ നമ്മുടെ ഇന്ത്യയിൽ ഈ പെസ്റ്റിസൈഡ്സിൽ വളരെ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്ന ഒരു ടോക്സിക് ആയിട്ടുള്ള ഒരു പോയിസൺ ആയിരുന്നു ഈ മീഥൈൽ ഐസോസയനേറ്റ് എന്ന് പറയുന്നത്. ഇന്ത്യയിൽ അതിന്റെ യൂസേജ് കുറച്ച് കൂടുതലായിരുന്നു, പെസ്റ്റിസൈഡ്സിൽ വളരെ കൂടുതലായിട്ട് അത് യൂസ് ചെയ്യാറുണ്ടായിരുന്നു. അപ്പൊ ആ ഒരു റീസൺ കൊണ്ടാണ് ഇവർ എന്ത് ചെയ്തത്, അതേ ഒരു സെയിം ബ്രാഞ്ച് തന്നെ ഇവർ ഇന്ത്യയിലും സ്റ്റാർട്ട് ചെയ്തത്. ഓക്കെ, ഇന്ത്യയിലും ഇവർ മെയിൻ ആയിട്ട് പ്രൊഡ്യൂസ് ചെയ്തത് എന്തായിരുന്നു, ഈ മീഥൈൽ ഐസോസയനേറ്റ് എന്ന് പറഞ്ഞ ഒരു ടോക്സിക് പോയിസൺ ആയിരുന്നു. ആ ഒരു പോയിസൺ ആണ് ഇന്ത്യയിൽ ഇവർ മെയിൻ ആയിട്ട് പ്രൊഡ്യൂസ് ചെയ്തത്. അല്ല, അതിന് വേണ്ടിയിട്ടാണ് ഇവർ മെയിൻ ആയിട്ടും ഇന്ത്യയിൽ ഇതിന്റെ ഒരു ബ്രാഞ്ച് ഇവർ സ്റ്റാർട്ട് ചെയ്തത്. ഓക്കെ, യൂണിയൻ കാർബൈഡ് എന്ന് പറയുന്ന ഒരു MNC. ആൻഡ് എന്താ, MIC is a concentrated gas which burns any moist parts in the body by affecting throats, blinding the eyes and even destroying lungs, leading to death. അപ്പോൾ MIC മീഥൈൽ ഐസോസയനേറ്റ്, MIC ചിലപ്പോൾ കേട്ടിട്ടുണ്ടായിരുന്നു നിങ്ങൾ, MIC ഷോർട്ടായിട്ട് പറയുകയാണ്.
അപ്പൊ MIC എന്ന് പറയുന്നത് എന്താണ്? കോൺസെൻട്രേറ്റഡ് ആയിട്ടുള്ള ഒരു ഗ്യാസ് ആണ്. അതിന്റെ മെയിൻ ആയിട്ടുള്ള ഒരു ദൂഷ്യവശം എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ ബോഡിയിലുള്ള ഏതൊരു മോയിസ്റ്റ് കംപ്ലീറ്റ് ആയിട്ട് ഡിസ്ട്രോയ് ചെയ്യും. ഫോർ എക്സാമ്പിൾ നമ്മുടെ ത്രോട്ടായിട്ടുള്ള ത്രോട്ടിന് കംപ്ലീറ്റ് ആയിട്ട് ത്രോട്ടിന്റെ ആ ഫംഗ്ഷനെ കംപ്ലീറ്റ് ആയിട്ട് നശിപ്പിക്കുന്ന ഒരു കാര്യമാണ് ഈ MIC എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ബ്ലൈൻഡ്നെസ്സിന് കാരണമാകുന്ന ഒരു പോയിസൺ ആണ് ഈ MIC എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ലങ്സ്, ശ്വാസകോശത്തിന് മോശമായിട്ട് രീതിയിൽ ബാധിക്കാം. അതുപോലെ നമ്മുടെ ബോഡിയിലുള്ള ഓൾമോസ്റ്റ് എൻറ്റയർ പാർട്ടിനെയും വളരെ ഹാർംഫുൾ ആയിട്ട് ഇഫക്ട് ചെയ്യുന്ന ഒരു കാര്യം, അല്ലെങ്കിൽ ഇഫക്ട് ചെയ്യുന്ന ഒരു പോയിസൺ ആണ് ഈ MIC എന്ന് പറയുന്ന മീഥൈൽ ഐസോസൈനേറ്റ് എന്ന് പറയുന്ന കാരണം. നമ്മുടെ മരണത്തിന് തന്നെ കാരണമാകുന്ന ഒരു പോയിസൺ ആണ് ആക്ച്വലി അത്. ഓക്കെ, അപ്പൊ അതിന്റെ ഒരു പ്രൊഡക്ഷൻ പ്ലാന്റ് ആയിരുന്നു നമ്മുടെ മധ്യപ്രദേശിലെ ഭോപ്പാലിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് 1970 ബൈ യൂണിയൻ കാർബൈഡ്. ഓക്കെ, എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ, ഇൻ ദ ഏർലി ഹവേഴ്സ് ഓഫ് December 3rd, 1984, a rolling wind carried a poisonous grey cloud from the Union Carbide plant in Bhopal, Madhya Pradesh of India. The poisonous gas released was 40 tons of methyl isocyanate. This particular gas is very toxic that leaked and spread throughout the city. അപ്പൊ ഞാൻ പറഞ്ഞു 1984 ഈ ഒരു ഡിസാസ്റ്റർ സംഭവിച്ചത് അല്ലെ. 1984 ഡിസംബർ 3 മോർണിംഗ് ടൈം, അതായത് നമ്മുടെ ഈ പുലർച്ചെ സമയമില്ലേ, നമ്മുടെ ഡേ സ്റ്റാർട്ട് ചെയ്യുന്നത് 12 മണി ആ ഒരു നൈറ്റ് ആയ സമയമില്ലേ, ആ ഒരു സമയത്തായിരുന്നു നമ്മുടെ ഈ ഒരു സംഭവം ആക്ച്വലി സംഭവിച്ചത്. അതായത് എന്താണെന്ന് കണ്ടതെന്ന് വെച്ചാൽ അതാണ് അവിടെ പറയുന്നത്. റോളിംഗ് വിൻഡ് ക്യാരിഡ് എ പോയിസണസ് ഗ്രേ ക്ലൗഡ് ഫ്രം ദ യൂണിയൻ കാർബൈഡ് പ്ലാന്റ് ഇൻ ഭോപ്പാൽ. അതായത് ഈ ഡേ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു പുലർച്ചെ സമയത്ത് എന്താന്ന് വെച്ചാൽ നമ്മുടെ ഈ ഭോപ്പാൽ എന്ന് പറയുന്ന സിറ്റി മുഴുവൻ അല്ലെ എന്തുകൊണ്ട് മൂടിയിട്ടുണ്ടായിരുന്നു? ഒരു ഗ്രേ കളറിലുള്ള ഒരു എയർ കൊണ്ട്, അല്ലെങ്കിൽ ഒരു ക്ലൗഡി ആയിട്ടുള്ള വിൻഡ് കൊണ്ട് ഫുൾ കവേർഡ് ആയിരുന്നു നമ്മുടെ ഈ ഒരു ഭോപ്പാൽ സിറ്റി അല്ലെ. അങ്ങനെയായിരുന്നു അന്ന് മോർണിംഗ് ഉണ്ടായിരുന്നത് എന്നാണ് അവിടെ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ഈ ഒരു ഗ്യാസ് ലീക്കേജ് ആയിട്ട് കാരണം കൊണ്ട്. ഓക്കെ, the poisonous gas released was 40 tons of methyl isocyanate. ഓക്കെ, നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ മതി, അത്രയും പോയിസൺ ആയിട്ടുള്ള ഒരു കാര്യം, പോയിസൺ ആണ് നമ്മുടെ മീഥൈൽ ഐസോസൈനേറ്റ് എന്ന് പറയുന്നത് അല്ലെ. നമ്മുടെ മനുഷ്യ ശരീരത്തിന് അത്രയും ഹാം ആയിട്ടുള്ള രീതിയിൽ എഫക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണ് അല്ലെ. അപ്പൊ അതിന്റെ 40 tons ആണ് അന്ന് ലീക്കേജ് ഉണ്ടായത്. നമുക്ക് ജസ്റ്റ് ആലോചിച്ച് നോക്കിയാൽ മനസ്സിലാവുന്ന കാര്യമാണ് അല്ലെ. അത്രയും വലിയൊരു ക്വാണ്ടിറ്റിയാണ് ഇവിടെ വന്ന് ലീക്കായി പോയിട്ടുണ്ടായിരുന്നത്. അപ്പൊ അതാണ് നമ്മുടെ ഈ ഒരു ഭോപ്പാൽ ഗ്യാസ് ട്രാജഡി എന്ന് പറയുന്ന ഈ ഒരു വലിയ ദുരന്തത്തിലേക്ക് ലീഡ് ചെയ്തിട്ടുള്ള ഒരു ഫാക്ടർ എന്ന് പറയുന്നത്. Okay. The following image shows how the plant got destroyed after the incident. ഇവിടെ നിങ്ങളിപ്പോ ഒരു പിക്ചർ കാണുന്നുണ്ടാവും. സ്ക്രീന് വിസിബിൾ ആവുന്നില്ലേ? കുഴപ്പമുണ്ടോ? സ്ക്രീൻ വിസിബിൾ അല്ലേ? ഓക്കെ, ക്ലിയർ ആവുന്നല്ലേ പറയുന്ന കാര്യങ്ങൾ? സ്പീഡ് ആവുന്നുണ്ടോ? ഓക്കെ, ശരി. നമ്മൾ മെയിൻ ആയിട്ട് ഇവിടെ നോക്കാൻ പോണത് ഈ ഒരു ഡിസാസ്റ്ററിന് കാരണമായിട്ടുള്ള റീസൺസ് ഇല്ലേ, ആ റീസൺസ് എന്തൊക്കെയാണ്, പിന്നെ ഈ ഡിസാസ്റ്ററിന് ശേഷം ഉണ്ടായിട്ടുള്ള ആഫ്റ്റർ എഫക്ട് എന്തൊക്കെയാണ്, അത്രയും കാര്യങ്ങളാണ് മെയിൻ ആയിട്ട് നമുക്ക് ഇവിടെ നോക്കാനുള്ളൂ കേട്ടോ. ഓക്കെ, അപ്പൊ നിങ്ങൾ ഇത് ഫിഗർ കാണുന്നുണ്ടാവും. അപ്പൊ ഈ പിക്ചർ എന്ന് പറയുന്നത് നമ്മുടെ ആ ഒരു പ്രൊഡക്ഷൻ പ്ലാന്റ് ഇല്ലേ, നമ്മുടെ ഭോപ്പാൽ ഉണ്ടായിരുന്ന ഒരു പ്രൊഡക്ഷൻ പ്ലാന്റ്, ആ ഒരു ദുരന്തത്തിന് ശേഷം ഉണ്ടായ ഒരു പിക്ചറാണിത് കേട്ടോ. ആ ഗ്യാസ് ലീക്കേജ് ഉണ്ടായതിനു ശേഷം എടുത്തിട്ടുള്ള ഒരു പിക്ചറാണ് നിങ്ങളിപ്പോൾ ഇവിടെ കാണുന്നത്. ആ ഗ്യാസ് പ്ലാന്റിന്റെ ഒരു പിക്ചറാണ് ഇത്. നിങ്ങൾക്ക് ഒരുപാട് പിക്ചേഴ്സ് കാണാൻ പറ്റും കേട്ടോ, സെർച്ച് ചെയ്ത് നോക്കിയാൽ അതിന്റെ മുന്നേ ഉണ്ടായ ഒറിജിനൽ കമ്പനീന്റെ പിക്ചർ കാണാൻ പറ്റും. അതുപോലെ പലതരത്തിലുള്ള വെറൈറ്റി പിക്ചേഴ്സ് ഉണ്ടാവും. ഇത് എന്ന് പറയുന്നത് ആ ദുരന്തം ഉണ്ടായതിനു ശേഷം എടുത്തിട്ടുള്ള ഒരു പിക്ചറാണ്. ഓക്കെ, ആ ഗ്യാസ് പ്ലാന്റിന്റെ. ഇനി നോക്കാം, ഞാൻ പറഞ്ഞു നമ്മുടെ 1984 December 3 ഈ ഒരു ഇൻസിഡന്റ് സംഭവിച്ചത് അല്ലെ. അതായത് എങ്ങനെയായിരുന്നു? പുലർച്ചെ തന്നെ നമ്മൾ സിറ്റി എങ്ങനെയുണ്ടായിരുന്നത്? ഗ്രേ കളറിലുള്ള എയർ മൂടിയിട്ടായിരുന്നു. അത് എയർ കൊണ്ട് ഫില്ല് ചെയ്ത് കംപ്ലീറ്റ് ആയിട്ട് മൂടിയിട്ടുള്ള ഒരു നിലയിലായിരുന്നു നമ്മുടെ ഭോപ്പാൽ സിറ്റി ഉണ്ടായിരുന്നത് അല്ലെ. The residents of the city woke up to the clouds of suffocating gas and struggled to breathe. They started running desperately through the dark streets. The victims arrived at hospitals breathless and blind. അപ്പോൾ എന്തായാലും സംഭവിച്ചതെന്ന്, ഈ പുലർച്ചെ തന്നെ
ആ സിറ്റിയിലുള്ള ആൾക്കാർ, ഭോപ്പാൽ ആ പ്രൊഡക്ഷൻ പ്ലാന്റിന് നിയറസ്റ്റ് ആയിട്ട് താമസിക്കുന്ന ആൾക്കാരൊക്കെ എന്തായിരുന്നു, വോക്ക് അപ്പ് ടു ദി ക്ലൗഡ്സ് ഓഫ് സഫോക്കേറ്റിംഗ് ഗ്യാസ് ആൻഡ് സ്ട്രഗിൾഡ് ടു ബ്രീത്ത്. അപ്പൊ കംപ്ലീറ്റ് ആയിട്ട് നമ്മുടെ 40 ടണ്ണാണല്ലേ, അത്രയും വലിയൊരു ക്വാണ്ടിറ്റിയിൽ ആണ് നമ്മുടെ ഗ്യാസ് ലീക്ക് ആയിട്ടുള്ളത് അല്ലെ. അപ്പൊ എന്തിലേക്ക് നയിച്ചു, അവിടെയുള്ള താമസിക്കുന്ന ആൾക്കാർ, ഈ ഭോപ്പാൽ സിറ്റിയിലുള്ള ആൾക്കാരുടെ കംപ്ലീറ്റ് ആയിട്ടും സഫോക്കേഷൻ വരും അല്ലെ, ശ്വാസം മുട്ടൽ വരും ഒബ്വിയസ് അല്ലെ, ബ്രീത്ത് ചെയ്യാൻ വേണ്ടിയിട്ട് ഭയങ്കരമായിട്ട് സ്ട്രഗിൾ ചെയ്യും. അപ്പൊ അങ്ങനെയായിരുന്നു എല്ലാവരും അന്ന് രാവിലെ എഴുന്നേറ്റു എന്നാണ് പറയുന്നത്. December 3rd ആ ഡേ സ്റ്റാർട്ട് ചെയ്തത് അങ്ങനെയായിരുന്നാണ് പറയുന്നത്. ഓക്കെ, ദേ സ്റ്റാർട്ടഡ് റണ്ണിങ് ഡെസ്പറേറ്റ്ലി ത്രൂ ദ ഡാർക്ക് സ്ട്രീറ്റ്. ദ വിക്ടിംസ് അറൈവ്ഡ് അറ്റ് ഹോസ്പിറ്റൽസ് ബ്രെത്ത്ലെസ് ആൻഡ് ബ്ലൈൻഡ്. ഇവരെല്ലാവരും എന്ത് ചെയ്യാൻ തുടങ്ങി, ഒബ്വിയസ് ആയിട്ട് നമ്മളെല്ലാവരും ചെയ്തു പോകും അല്ലെ. നമുക്ക് ശ്വാസം മുട്ടൽ എന്ന് പറയുന്നത്, ബ്രീത്ത് ചെയ്യാൻ ബുദ്ധിമുട്ടാകുമ്പോൾ നമ്മളെല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും പരക്കം പായാണ് ചെയ്യുക അല്ലെ. സോ അതേ രീതിയിൽ തന്നെ ഇവരും ചെയ്തു. കുറെ പേരെ ഹോസ്പിറ്റലിൽ എത്തിച്ചു അല്ലെ. എങ്ങനെയായിരുന്നു ഇവർ ഹോസ്പിറ്റലിൽ എത്തിയിട്ടുണ്ടായിരുന്നത്, പല ആൾക്കാരും ബ്രത്ത് ഇല്ലാതെയും അതുപോലെ തന്നെ ബ്ലൈൻഡ് ആയിട്ടൊക്കെ ആയിരുന്നു പല ആൾക്കാരും, മോസ്റ്റ് ഓഫ് ദ പീപ്പിളും ഹോസ്പിറ്റലിൽ എത്തിയിട്ടുണ്ടായിരുന്നു അല്ലെ. പിന്നെ എന്താ, ദ പീപ്പിൾ ഹു സർവൈവ്ഡ് ഹാഡ് their lungs, brain, eyes, muscles affected severely. Their gastrointestinal system, neurological, reproductive and immune systems were also dangerously affected. അപ്പൊ കുറെ പേര് ആ ഒരു ദുരന്തത്തിൽ മരിച്ചിട്ടുണ്ടായിരുന്നു. ആൻഡ് കുറെ പേര് എന്ത് ഉണ്ടായിരുന്നു, ആ ഒരു ഡിസാസ്റ്ററിനെ സർവൈവ് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലെ. പക്ഷെ ഈ സർവൈവ് ചെയ്ത ആൾക്കാരുടെ അവസ്ഥ എന്ന് പറയുന്നത് വളരെ പരിതാപകരമായിരുന്നു. കാരണം എന്തായിരുന്നു, അവരുടെ ബോഡി പാർട്സ്, എൻ്റയർ ബോഡി പാർട്സും കംപ്ലീറ്റ് ഡാമേജ് ആയിട്ടുള്ള രീതിയിലായിരുന്നു അവർ സർവൈവ് ചെയ്തത്. അതാണ് അവർ പറഞ്ഞിട്ടില്ല. അവരുടെ ലങ്സും ബ്രെയിനും ഐസും മസിൽസും ഒക്കെ കംപ്ലീറ്റ് ആയിട്ട് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, എഫക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ എന്താണ്, ന്യൂറോളജിക്കൽ സിസ്റ്റം, റീപ്രൊഡക്റ്റീവ് സിസ്റ്റം, അതുപോലെ ഇമ്മ്യൂൺ സിസ്റ്റം ഒക്കെ കംപ്ലീറ്റ് ആയിട്ട് ഡാമേജ്ഡ് ആയിരുന്നു. ആ രീതിയിലായിരുന്നു പല ആൾക്കാരും ഇതിനെ സർവൈവ് ചെയ്ത് വന്നത്. ഓക്കെ, അതാണ് അവിടെ പറഞ്ഞിട്ടുള്ളത്. And then by the morning, when the sun rose clearly, the roads were all filled with the dead bodies of humans and animals. The trees turned black and the air filled with foul smell. Okay. എന്തുണ്ടായിരുന്ന പറയുന്നത്, ആ ഒരു December 3rd ആ ഒരു ഡേ സ്റ്റാർട്ട് ചെയ്തപ്പോൾ, അതായത് ആ ഒരു പുലർച്ചെ സമയത്താണ് നമ്മുടെ ഈ ഒരു ഇൻസിഡന്റ് സംഭവിച്ചത് അല്ലെ. അപ്പോൾ നമ്മുടെ അത് കഴിഞ്ഞ് കുറച്ച് സൺറൈസ് വന്ന സമയത്ത് എങ്ങനെയായിരുന്നു ഉണ്ടായിരുന്നത് നമ്മുടെ സിറ്റി എന്ന് പറയുന്നത്, കംപ്ലീറ്റ് ആയിട്ടും ഈ ഹ്യൂമൻ ബീങ്സിന്റെയും അതുപോലെ തന്നെ അനിമൽസിന്റെയും ഒക്കെ ഡെഡ് ബോഡീസ് കൊണ്ട് നിറഞ്ഞിരിക്കുന്ന രീതിയിലായിരുന്നു നമ്മുടെ ഭോപ്പാൽ സിറ്റി ഉണ്ടായിരുന്നത്. അത്രയും വലിയൊരു ട്രാജഡി ആയിരുന്നു നമ്മുടെ ഭോപ്പാൽ ഗ്യാസ് ട്രാജഡി എന്ന് പറയുന്നത്. ഓക്കെ, അതുപോലെ തന്നെ നമ്മൾ ട്രീസ് ഒക്കെ എങ്ങനെയായിരുന്നു പറയുന്നത്, മരങ്ങളൊക്കെ ഒരു കൈൻഡ് ഓഫ് ഒരു ബ്ലാക്ക് കളറിലായി എന്നാണ് പറയുന്നത് ഈ ഒരു ഗ്യാസ് ലീക്കേജ് കാരണം. സോ അത്രത്തോളം വലിയതായിരുന്നു അതിന്റെ ഒരു ഡിസാസ്റ്റർ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് മെയിൻ ആയിട്ട് നോക്കേണ്ടത് എന്താണ്, കോസ് ഓഫ് ദ ആക്സിഡന്റ് അല്ലെ. എങ്ങനെയാണ് ഈ ഒരു ഡിസാസ്റ്റർ ഉണ്ടായത്, അതാണ് നമുക്ക് മെയിൻ ആയിട്ട് അറിയേണ്ട ഒരു കാര്യം അല്ലെ. എന്തുകൊണ്ടാണ് ഇത്രയും വലിയൊരു കമ്പനിയിൽ ഇങ്ങനെ ഒരു ഗ്യാസ് ലീക്കേജ് ഉണ്ടായി എന്നുള്ള കാര്യം നമുക്ക് അറിയണം. സോ അതിന്റെ റീസൺ ആണ് ഇനി നമ്മൾ നെക്സ്റ്റ് അനലൈസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, സോ ജസ്റ്റ് നോക്കുക. ദ യൂണിയൻ കാർബൈഡ് കോർപ്പറേഷൻ UCC ടീം ആൻഡ് ഓൾസോ ദ CBI ടീം conducted separate investigations on the cause of the incident and came to the same conclusion. ഓക്കെ, അപ്പൊ നമ്മുടെ ഈ ഒരു സംഭവം സംഭവിച്ചതിന് ശേഷം എന്ത് നടന്നിട്ടുണ്ടായിരുന്നു, ഇൻവെസ്റ്റിഗേഷൻസ് ഉണ്ടാവും അല്ലെ, ഒബ്വിയസ് ആയിട്ട് നടക്കും. അപ്പൊ നമ്മുടെ യൂണിയൻ കാർബൈഡ് കോർപ്പറേഷൻ, നമ്മുടെ UCC ടീം അവരുടേതായിട്ടുള്ള രീതിയിൽ ഒരു ഇൻവെസ്റ്റിഗേഷൻ നടത്തിയിട്ടുണ്ടായിരുന്നു. ആൻഡ് അത് കൂടാതെ നമ്മുടെ ഗവൺമെന്റ് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലെ, നമ്മുടെ CBI ഈ ഒരു ഇൻവെസ്റ്റിഗേഷൻ കേസ് ഏൽപ്പിച്ചത്. നമ്മുടെ CBI ഇൻവെസ്റ്റിഗേറ്റ് ചെയ്തിട്ട് അവരുടേതായ രീതിയിൽ ഒരു ഇൻവെസ്റ്റിഗേഷൻ നടത്തിയിട്ടുണ്ടായിരുന്നു. അപ്പൊ രണ്ടുപേരും എത്തിച്ചേർന്നിട്ടുള്ള കൺക്ലൂഷൻ എന്ന് പറയുന്നത് എന്തായിരുന്നു, സെയിം ആയിരുന്നു. ആൻഡ് ദാറ്റ് കൺക്ലൂഷൻ വാസ് ദാറ്റ്, അല്ലെങ്കിൽ അവർ ഫൗണ്ട് ചെയ്തിട്ടുള്ള കാര്യം എന്തായിരുന്നു വെച്ചാൽ, എ ലാർജ് വോളിയം ഓഫ് വാട്ടർ ഹാഡ് ബീൻ റിലീസ്ഡ് ഇൻ ടു ദ MIC ടാങ്ക് ആൻഡ് ദിസ് ഫർദർ കോസ്ഡ് എ കെമിക്കൽ റിയാക്ഷൻ ദാറ്റ് ഫോഴ്സ്ഡ് ദി പ്രഷർ റിലീസ് വാൾവ് ടു ഓപ്പൺ ആൻഡ് അലൗഡ് ദി ഗ്യാസ് ടു ലീക്ക്. ഈ രണ്ട് ടീംസും ഇൻവെസ്റ്റിഗേറ്റ് ചെയ്തതിന് ശേഷം അവർ സെയിം റീസണിൽ അല്ലെങ്കിൽ സെയിം കൺക്ലൂഷനിലാണ് രണ്ടുപേരും എത്തിച്ചേർന്നത് അല്ലെ. അവർ ഡിസ്കവർ ചെയ്തിട്ടുള്ള കാര്യം എന്തായിരുന്നു, നമ്മുടെ ഈ ഒരു ഗ്യാസ് ലീക്കേജിന്റെ കാരണം എന്ന് പറയുന്നത് എന്തായിരുന്നു, നമ്മുടെ ഈ ഗ്യാസ് ഫില്ല് ചെയ്തിട്ടുള്ള ടാങ്ക് ഉണ്ടാവും അല്ലെ, മീഥൈൽ ഐസോസയനേറ്റ് MIC എന്ന് പറയുന്നത്, അതല്ല നമ്മുടെ പ്രൊഡക്ഷൻ പ്ലാന്റിൽ മെയിൻ ആയിട്ട് ഉണ്ടാക്കുന്ന സാധനം അല്ലെ. അപ്പൊ അത് ഫില്ല് ചെയ്തിട്ടുള്ള ഒരു ഗ്യാസ് ഉണ്ടായിരുന്നു. അപ്പൊ അതിലേക്ക് എന്ത് ലീക്കേജ് ആയിരുന്നു പറയുന്നത്, നമ്മുടെ ലാർജ് എമൗണ്ടിൽ വാട്ടർ, വെള്ളമില്ലേ, ഒരു ലാർജ് ക്വാണ്ടിറ്റി ഓഫ് വാട്ടർ ഈ ഒരു പെർട്ടിക്കുലർ ടാങ്കിലേക്ക് ബൈ മിസ്റ്റേക്ക് എങ്ങനെയോ ലീക്കേജ് ആയിട്ട് വന്നു. അപ്പൊ അതിന് ശേഷം ഉണ്ടായിട്ടുള്ള ഒരു കെമിക്കൽ റിയാക്ഷൻസിന്റെ റിസൾട്ടന്റ് ആയിട്ടാണ് ഈ ഒരു വലിയ രീതിയിൽ ഈ ഒരു ഗ്യാസ് ലീക്കേജ്
ഉണ്ടായി എന്ന ഒരു കൺക്ലൂഷൻ എത്തിച്ചേർന്നത്. അല്ല, അതായിരുന്നു അതിന്റെ മെയിൻ ആയിട്ടുള്ള റീസൺ എന്ന് പറയുന്നത്. ഓക്കെ, നമ്മുടെ മീഥൈൽ ഐസോസൈനേറ്റ് എന്ന് പറഞ്ഞ ഈ ഗ്യാസ് ചോർന്നു പോയതിന് റിസൾട്ട് ഉണ്ടായിട്ടല്ലേ ഇത് രണ്ടും സംഭവിച്ചത് അല്ലെ. അപ്പൊ ആ ലീക്കേജിന്റെ മെയിൻ ആയിട്ടുള്ള റീസൺ എന്തായിരുന്നാണ് പറയുന്നത്? നമ്മുടെ ഈ ഒരു ഗ്യാസ് ഫില്ല് ചെയ്തിട്ടുള്ള ടാങ്കിലേക്ക് എന്ത് വന്നു? ഒരു വലിയ ക്വാണ്ടിറ്റി ഓഫ് വാട്ടർ എങ്ങനെയോ ബൈ മിസ്റ്റേക്ക് വന്നു അല്ലെ. അപ്പൊ അതിനുശേഷം ഈ വാട്ടറും അതുപോലെ തന്നെ ഈ മീഥൈൽ ഐസോസൈനേറ്റും തമ്മിലുള്ള കെമിക്കൽ റിയാക്ഷൻസിന്റെ റിസൾട്ടന്റ് ആയിട്ട് ഒരു ഹൈ പ്രഷർ റിലീസ് ചെയ്തു. ആ ഹൈ പ്രഷർ കാരണമാണ് നമ്മുടെ ഈ ഗ്യാസ് എന്ത് ചെയ്തത്? ലീക്കായിട്ട് പുറത്തേക്ക് പോയി എന്നൊരു കൺക്ലൂഷനിലേക്കാണ് അവർ രണ്ടുപേരും എത്തിച്ചേർന്നത്. അല്ല, അതായിരുന്നു അതിന്റെ മെയിൻ റീസൺ എന്ന് പറയുന്നത്. ഓക്കെ, അതിനെക്കുറിച്ച് കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് പറയുകയാണെങ്കിൽ നമ്മുടെ ഈ ഒരു പെർട്ടിക്കുലർ കമ്പനി ഇല്ലേ, നമ്മുടെ ഈ ഒരു UCC യൂണിയൻ കാർബൈഡ് കോർപ്പറേഷൻ എന്ന് പറഞ്ഞ ഒരു കമ്പനി, ഇതിന്റെ ഹോം എന്ന് പറയുന്നത് US ആണെന്ന് പറഞ്ഞു അല്ലെ. US ബേസ്ഡ് ആയിട്ടുള്ള ഒരു MNC ആണ് നമ്മുടെ യൂണിയൻ കാർബൈഡ് എന്ന് പറയുന്നത്. അപ്പൊ ഇവര് US-ൽ ഇവരെല്ലാ രീതിയിലുള്ള സേഫ്റ്റി മെഷേഴ്സും ഒക്കെ എടുത്തിട്ട് തന്നെയാണ് ഇവര് അവിടെ കമ്പനി വർക്ക് ചെയ്യുന്നത് US-ൽ. ഓക്കെ, അതായത് ടെക്നോളജിക്കൽ സപ്പോർട്ട് ആയാലും ഏത് രീതിയിലും അതിന്റെ എല്ലാ സേഫ്റ്റി മെഷേഴ്സും നോക്കിയിട്ട് തന്നെയാണ് അവർ US-ൽ ഇത് വർക്ക് ചെയ്യുന്നത്. പക്ഷെ ഇവർ ഇന്ത്യയിലേക്ക് ഇത് സ്റ്റാർട്ട് ചെയ്ത സമയത്ത് 1970-ലാണ് ഇവർ ഇന്ത്യയിലേക്ക് സ്റ്റാർട്ട് ചെയ്തതെന്ന് ഞാൻ പറഞ്ഞു അല്ലെ. അപ്പൊ അങ്ങനെ ഇന്ത്യയിലേക്ക് ഇവർ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ഇന്ത്യൻ ഗവൺമെന്റിന്റെ ഒരു നിബന്ധന എന്താ വെച്ചതെന്ന് വെച്ചാൽ, ഇന്ത്യയിൽ സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ഇന്ത്യയിലുള്ള ആൾക്കാർ തന്നെ കംപ്ലീറ്റ് ആയിട്ട് ഇതിൻ്റെ ഉള്ളിൽ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഫെസിലിറ്റി ഒരുക്കണം എന്നാണ് ഇന്ത്യ ഗവൺമെന്റ് അവരോട് ആവശ്യപ്പെട്ടത്. അതായത് ഇന്ത്യക്കാർക്ക് ഒരു ജോബ് ഓപ്പർച്യൂണിറ്റി വരുമല്ലോ. സോ ആ ഒരു രീതിയിലായിരുന്നു, അല്ല ആ ഒരു കോൺട്രാക്ടിന്റെ ബേസിസിലാണ് നമ്മുടെ ഇന്ത്യയിൽ ഈ ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്തത്. അതായത് ഇന്ത്യയിൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ വർക്ക് ചെയ്യുന്ന ആൾക്കാരൊക്കെ എന്തായിരിക്കണം? ഇന്ത്യയിലുള്ള സാധാരണ ആൾക്കാരായിരിക്കണം അവിടെ വർക്ക് ചെയ്യുന്നത് എന്നൊരു കാര്യമാണ് നമ്മുടെ ഇന്ത്യൻ ഗവൺമെന്റ് മുന്നോട്ട് വെച്ചത്. സോ അതിന്റെ ബേസിസ് ആയിരുന്നു ഈ ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്തത്. പക്ഷെ എന്നാലും എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? ഇതിന്റെ ഹയർ അതോറിറ്റി, അതായത് US-ന്റെ ആൾക്കാരില്ലേ, അവർ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? ഈ ഇന്ത്യയിലുള്ള ഓരോ ആൾക്കാർക്കും ഇതിനെ പറ്റിയിട്ടുള്ള നല്ല രീതിയിലുള്ള ട്രെയിനിങ്ങും ഒക്കെ നൽകിയിട്ടുണ്ടായിരുന്നു. ഇതിന്റെ എല്ലാ കാര്യങ്ങളെ പറ്റിയിട്ടുള്ള ട്രെയിനിങ്ങും കാര്യങ്ങളും ഒക്കെ കൊടുത്തിട്ട് തന്നെയാണ് ഇവർ ഈ ഒരു കമ്പനി ഇവിടെ സ്റ്റാർട്ട് ചെയ്തത്. അതിന്റെ കൂടെ തന്നെ ഇവർ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? മന്ത്ലി അല്ലെങ്കിൽ ഇന്ത്യയിലേക്ക് വന്നിട്ട് ഇൻസ്പെക്ഷനും ചെയ്യാറുണ്ടായിരുന്നു. US അല്ലേ ഇതിന്റെ ഹോം എന്ന് പറയുന്നത്. അപ്പൊ അവിടെ നിന്ന് ആൾക്കാർ ഇവിടെ വന്നിട്ട് ഓരോ തവണയും ഇൻസ്പെക്ഷൻസും കറക്റ്റ് ആയിട്ടും ചെക്ക് ചെയ്തിട്ടൊക്കെ പോവാറുണ്ടായിരുന്നു. പക്ഷെങ്കിൽ എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ, നമ്മുടെ ഈ ഒരു സംഭവം, ഈ ഒരു ഇൻസിഡന്റ് നടക്കുന്നതിന് 2 വർഷം മുന്നേ, അതായത് 1984-ലാണ് ഈ ഒരു ഇൻസിഡന്റ് നടന്നത് അല്ലെ. അപ്പൊ അതിനൊരു 2 വർഷം മുന്നേ 1982-ൽ കുറച്ച് ഫിനാൻഷ്യൽ ക്രൈസിസ് വന്നിട്ടുണ്ടായിരുന്നു US-ൽ. അപ്പൊ അതിന്റെ റിസൾട്ടന്റ് ആയിട്ട് ഇവരെന്ത് ചെയ്തു? ഈ ഒരു ഇന്ത്യയിലുള്ള ഈ ഒരു കമ്പനി ഇല്ലേ, അവരുടെ ബ്രാഞ്ചില്ലേ, അപ്പൊ അതിന്റെ മേളിൽ അവർ കോൺസെൻട്രേഷൻ കുറച്ചൊന്ന് കുറച്ചു. അതായത് ഇതിനെ അധികം രീതിയിൽ ഒരു മൈൻഡ് ചെയ്യാത്ത രീതിയിലായി ഇവരുടെ ഒരു മനോഭാവം എന്ന് പറയുന്നത്. കാരണം അവർ വലിയ രീതിയിലൊരു ഫിനാൻഷ്യൽ ക്രൈസിസിലായിരുന്നു US എന്ന് പറയുന്നത്. സോ അതുകൊണ്ട് അവർക്ക് എന്ത് പറ്റിയില്ല? അവരുടെ ഇന്ത്യയിലുള്ള ഈ ബ്രാഞ്ചിനെ ഇങ്ങനെ കറക്റ്റ് ആയിട്ടുള്ള രീതിയിൽ അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവർക്ക് പറ്റിയിട്ടുണ്ടാവില്ല. അല്ലെങ്കിൽ കറക്റ്റായ രീതിയിൽ വന്നിട്ട് ഓരോ കാര്യം ചെക്ക് ചെയ്ത് നോക്കി പോകാനുള്ള ഒരു സിറ്റുവേഷൻ അവർക്ക് ഉണ്ടായിരുന്നില്ല, ആ ഒരു ഫിനാൻഷ്യൽ ക്രൈസിസ് വന്നതിന്റെ കാരണം. ഓക്കെ, അപ്പൊ അതൊരു കാരണമായിട്ട് നമുക്ക് പറയാം. ആൻഡ് അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു സംഭവം നടക്കുന്നതിന് മുന്നേ, അതായത് 1984 ഡിസംബറിലാണ് ഈ ഒരു സംഭവം നടന്നത്. അപ്പൊ അത് നടക്കുന്നതിന് ഒരു 2 മാസം മുന്നേ ആയിട്ട് നമ്മുടെ ഈ കമ്പനിയില്ലേ, നമ്മുടെ ഇന്ത്യ ഭോപ്പാലിലെ ഈ കമ്പനീന്റെ പ്രവർത്തനം ഓൾമോസ്റ്റ് ഒന്ന് നിർത്തിവെച്ചിരുന്നു, സ്റ്റോപ്പ് ചെയ്തിരുന്നു. അതെന്താന്ന് വെച്ചാല് ഓവർ സപ്ലൈ പ്രൊഡക്ഷൻ കാരണമാണ്. അതായത് ആവശ്യത്തിലധികമുള്ള മീഥൈൽ ഐസോസൈനേറ്റിന്റെ പ്രൊഡക്ഷൻ ഓൾറെഡി നടന്നു കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. സോ അതുകൊണ്ട് തന്നെ ആ ഒരു ഓവറായിട്ടുള്ള പ്രൊഡക്ഷൻ ഒന്ന് കുറക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തു? ഇവര് ഒരു 2-3 മാസക്കാലത്തേക്ക് ഈ കമ്പനിയുടെ പ്രവർത്തനം ഒന്ന് സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, നിങ്ങൾ ജസ്റ്റ് ഒന്ന് കേട്ടാൽ മതി, കാരണം ശ്രദ്ധിച്ചാൽ മതി. നമ്മുടെ ഈ ഒരു സംഭവം നടക്കുന്നതിന് 2 മാസം മുന്നേയുള്ള കാര്യം പറയുന്നത്. നമ്മുടെ കമ്പനി എന്ത് ചെയ്തു? അതിന്റെ വർക്ക് ജസ്റ്റ് ഒന്ന് സ്റ്റോപ്പ് ചെയ്തു, ആ പ്രൊഡക്ഷൻ ഒന്ന് കുറക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ അങ്ങനെ സ്റ്റോപ്പ് ചെയ്ത സമയത്തായിരുന്നു ഈ ഒരു സംഭവം ആക്ച്വലി നടന്നത്. അപ്പൊ ആ ഒരു സമയത്ത് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു വെച്ചാൽ, നമ്മുടെ കമ്പനി സ്റ്റോപ്പ് ചെയ്തിട്ടല്ലേ, വർക്ക് സ്റ്റോപ്പ് ചെയ്തിട്ടല്ലേ, അപ്പൊ ഇവരെന്ത് ചെയ്തു? ഈ ടാങ്കും കാര്യങ്ങളൊക്കെ ക്ലീൻ ചെയ്ത് വെക്കണം അല്ലെ. കാരണം കെമിക്കൽസ് അല്ലേ ഡീൽ ചെയ്യുന്നത്, അപ്പൊ അതെപ്പോഴും ക്ലീൻ ആയിട്ട് ഇരിക്കേണ്ടതാണ്. അപ്പൊ അങ്ങനെ ക്ലീനിങ് പർപ്പസിന് വേണ്ടിയിട്ടായിരുന്നു ഇവർ ആക്ച്വലി ആ ഒരു ദിവസം ഇവർ വന്നത്, 1984 ഡിസംബർ 3 എന്ന് പറഞ്ഞ ഒരു ദിവസം. അപ്പൊ അങ്ങനെ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഇവര് കുറച്ച് ആൾക്കാർ അപ്പോയിന്റ്മെന്റ് ചെയ്തു. അപ്പൊ ഈ ക്ലീനിങ്ങിന് മെയിൻ ആയിട്ടും വന്നത് അല്ലെ, നമ്മുടെ ഈ ഒരു ടാങ്കില്, പെർട്ടിക്കുലർ ടാങ്കില് മീഥൈൽ ഐസോസൈനേറ്റ് ഫില്ല് ചെയ്തിട്ടുള്ള ഒരു ടാങ്കില്, അല്ലെങ്കിൽ അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ആ ഒരു സെക്ഷനിൽ ക്ലീനിങ്ങിൽ വന്ന ആള് എന്ന് പറയുന്നത് ആക്ച്വലി ഒരു പുതിയ ആളായിരുന്നു.
പുതിയതായിട്ട് അപ്പോയിന്റ്മെന്റ് ചെയ്തിട്ടുള്ള ഒരാളായിരുന്നു അതിന്റെ ആ ഒരു സെക്ഷനിലെ ക്ലീനിങ്ങിന് വേണ്ടിയിട്ട് വന്നത്. അപ്പൊ അയാളുടെ ഒരു ബൈ മിസ്റ്റേക്ക് കാരണമാണ് ഈ ഒരു ടാങ്കിലേക്ക് ഈ ഒരു വലിയ ഹ്യൂജ് ക്വാണ്ടിറ്റിയിൽ വാട്ടർ വന്നു എന്നാണ് പറയപ്പെടുന്നത്. ഓക്കെ, ആ ഒരു രീതിയിലാണ് ഇൻവെസ്റ്റിഗേഷൻ റിപ്പോർട്ട് വന്നത്. അത് ആരാണെന്ന് ഇപ്പോഴും അറിയില്ല, കാരണം പുള്ളിക്കാരനും മരിച്ചുപോയി അല്ലെ, ആ ഒരു സംഭവത്തിൽ മരിച്ചുപോയതാണ്. അപ്പൊ അങ്ങനെയാണ് ആക്ച്വലി അതിന്റെ ഇൻവെസ്റ്റിഗേഷൻ റിപ്പോർട്ട് പറയുന്നത്. ഇതിന്റെ ക്ലീനിങ്ങിന് വേണ്ടിയിട്ട് അപ്പോയിന്റ്മെന്റ് ചെയ്തിട്ടുള്ള ആള്, ആ ഒരു പർട്ടിക്കുലർ ദിവസത്തിൽ ഇതിന്റെ ക്ലീൻ ചെയ്യാൻ വന്ന ആള് എന്ന് പറയുന്നത് പുതിയതായിട്ട് അപ്പോയിന്റ്മെന്റ് ചെയ്ത ഒരാളായിരുന്നു. അപ്പൊ പുള്ളിക്ക് ചെറിയ എന്തോ പരിചയക്കുറവ് ഉണ്ടായിരിക്കാം. അപ്പൊ അതിന്റെ ആ ഒരു ബൈ മിസ്റ്റേക്ക് കൊണ്ടാണ് എന്ത് സംഭവിച്ചത്, ഈ ഒരു ടാങ്കിലേക്ക് ഒരു വലിയ ഹ്യൂജ് ക്വാണ്ടിറ്റി ഓഫ് വാട്ടർ ഒഴുകി വന്നത്, ഫ്ലോ ചെയ്ത് വന്നത്. അതിന്റെ ബേസിസിലാണ് അവിടെ കെമിക്കൽ റിയാക്ഷൻ നടന്നിട്ടാണ് ഈ ഒരു ഗ്യാസ് ലീക്കേജ് നടന്നു എന്നാണ് പറയുന്നത്. ഓക്കെ, അങ്ങനെയാണ് നമ്മുടെ ഈ ഒരു ഗ്യാസ് ലീക്കായിട്ട് പുറത്തേക്ക് പോയി സ്പ്രെഡ് ആയി എന്നാണ് പറയുന്നത്. ക്ലിയർ ആയോ? മനസ്സിലായോ? കേൾക്കാൻ സംഭവം മനസ്സിലായിനാ? ബോറാവുന്നുണ്ടോ? പറഞ്ഞിട്ട് ബോറാവുന്നുണ്ടോ? ഓക്കെ ഓക്കെ, ജസ്റ്റ് നിങ്ങളൊന്ന് ഓർത്ത് വെച്ചാൽ മതി കേട്ടോ. അതിന്റെ റീസൺ ഡീപ്പായിട്ടൊന്നും നമുക്ക് ആവശ്യമില്ല, ഞാൻ നിങ്ങൾക്ക് മനസ്സിലായിക്കോട്ടെ എന്ന് വെച്ചിട്ട് ഞാൻ പറഞ്ഞു തന്നേ ഉള്ളൂ. അപ്പൊ അങ്ങനെയാണ് നമ്മുടെ ഒരു ഗ്യാസ് ലീക്കേജ് ഉണ്ടായത്. ഓക്കെ, സോ ഇനി ഇവിടെ നോക്കുക. UCC's investigation proved with virtual certainty that the disaster was caused by the direct entry of water into tank 610 through a hose connected to the tank. The documentary evidence gathered after the incident revealed that the valve near the plant's water washing section was fully closed and the leak-proof. Based on several investigations, the safety system in place could not have prevented a chemical reaction of this magnitude from causing a leak. Okay. സോ അതാണ് നമ്മുടെ ഈ ഒരു ഗ്യാസ് ട്രാജഡി, ഭോപ്പാൽ ഗ്യാസ് ട്രാജഡിന്റെ റീസൺ എന്ന് പറയുന്നത്. നമ്മുടെ ഈ ഒരു പെർട്ടിക്കുലർ മെയ്ബെയിൽ ഗ്യാസ് ടാങ്കിൽ എക്സസ് എമൗണ്ട് ഓഫ് വാട്ടർ വന്നതിന്റെ റിസൾട്ടന്റ് ആയിട്ട് അവിടെ കെമിക്കൽ റിയാക്ഷൻ ഒക്കെ ചെയ്തു. ആ കെമിക്കൽ റിയാക്ഷൻ കാരണം ഉണ്ടായിട്ടുള്ള ഒരു ഹൈ പ്രഷർ കാരണം എന്ത് സംഭവിച്ചു, നമ്മുടെ ഈ ഗ്യാസ് ലീക്കായിട്ട് പുറത്തേക്ക് വരാൻ തുടങ്ങി. അങ്ങനെ അത് കംപ്ലീറ്റ് എൻറ്റയർ സിറ്റിയിൽ അത് സ്പ്രെഡ് ചെയ്തു. അങ്ങനെയാണ് അത് ഇത്രയും വലിയൊരു ആൾക്കാരുടെ മരണത്തിലേക്ക് അല്ലെങ്കിൽ ഇത്രയും വലിയൊരു ഡിസാസ്റ്റർ ആയിട്ട് മാറി എന്നാണ് പറയുന്നത്. അല്ല, അത് എങ്ങനെയാണ് അതിന്റെ ഇൻവെസ്റ്റിഗേഷൻ റിപ്പോർട്ട് പറയുന്നത്. ഓക്കെ, സോ ഇനി നമുക്ക് അതിന്റെ ഫാറ്റൽ എഫക്ട്സ് എന്താണെന്ന് നോക്കാം. As per government's announcement, a total of 3,787 deaths occurred immediately. Around 8,000 of the survivors died within 2 weeks and other 8,000 or more died from acute diseases caused due to the gas later. Okay. അപ്പൊ എന്താ പറയുന്നത്, ഈ നമ്മുടെ ഈ ഒരു ഡിസാസ്റ്റർ സംഭവിച്ചു അല്ലെ, ഗ്യാസ് ലീക്കായിട്ട് വന്നു. അപ്പൊ അതിന്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ് ആയിട്ട് എന്ത് സംഭവിച്ചിട്ടുണ്ടായിരുന്നു, ആ ഒരു കറണ്ട് മൂവ്മെന്റ് തന്നെ അല്ലെങ്കിൽ ആ ഒരു ഇതിൽ തന്നെ എന്തുണ്ടായിരുന്നു, അറൌണ്ട് 3,787 ആൾക്കാർ മരണപ്പെട്ടു എന്ന് പറയുന്നത്. ആ ഒരു പെർട്ടിക്കുലർ അറ്റ് സ്പോട്ടിൽ തന്നെ ഗ്യാസ് ലീക്കായില്ലേ ആ മോർണിംഗിൽ, ആ ഒരു സ്പോട്ടിൽ തന്നെ 3,787 മരണങ്ങളായിരുന്നു നമ്മുടെ ഇന്ത്യൻ ഗവൺമെന്റ് റിപ്പോർട്ട് ചെയ്തത്. ഇന്ത്യൻ ഗവൺമെന്റിന്റെ കണക്കിന്റെ ബേസിൽ അങ്ങനെയാണ് പറയുന്നത്. പിന്നെ അതിനുശേഷം എന്ത് സംഭവിച്ചു, അറൌണ്ട് 8,000 ഓഫ് ദി സർവൈവേഴ്സ് ഡെഡ് വിത്തിൻ 2 വീക്സ്. ഈ ഒരു സംഭവം നടന്നിട്ട് പിന്നെ ഒരു 2 ആഴ്ചയ്ക്ക് ശേഷം അഗെയിൻ ഒരു 8,000 ഡെത്ത് ആണ് പിന്നെ റിപ്പോർട്ട് ചെയ്തത് അല്ലെ. കാരണം നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു അല്ലെ, കുറെ ആൾക്കാർ എങ്ങനെയായിരുന്നു ഹോസ്പിറ്റലിൽ എത്തിയിട്ടുണ്ടായിരുന്നത്, കംപ്ലീറ്റ് ഇവരുടെ ബോഡി പാർട്ട് ഓൾമോസ്റ്റ് എല്ലാം ഡാമേജ് ആയിട്ടുള്ള രീതിയിലായിരുന്നു ഇവർ എത്തിയിട്ടുണ്ടായിരുന്നത് അല്ലെ. ജസ്റ്റ് ആ സമയത്ത് ഇവർ സർവൈവ് ചെയ്തെങ്കിലും പിന്നീട് അങ്ങോട്ടേക്ക് ഇവർക്ക് അത് സർവൈവ് കണ്ടിന്യൂ ചെയ്യാൻ പറ്റിയില്ല അല്ലെ. സോ അവർ എന്ത് ചെയ്തു, 1 വീക്ക് ആൻഡ് 2 വീക്സിന്റെ ഒക്കെ ഗ്യാപ്പിൽ ഓൾമോസ്റ്റ് 8,000 ആൾക്കാർ പിന്നെയും മരണപ്പെട്ടു എന്നാണ് പറയുന്നത്. ആൻഡ് എന്താ പറഞ്ഞത്, ആൻഡ് other 8,000 or more dead from acute diseases caused due to the gas leak. ഇനി എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, അഗെയിൻ ഒരു 8,000 ആൾക്കാരുടെ ഒരു ഡെത്തിലേക്ക് കൂടെ ഇത് കാരണമായി എന്നാണ് പറയുന്നത് അല്ലെ. അതായത് അത്രയും വലിയൊരു കമ്മ്യൂണിറ്റി അല്ലെങ്കിൽ അത്രയും വലിയൊരു കൗണ്ട് ഓഫ് ആൾക്കാരെ തന്നെ ഈ ഒരു ഡിസാസ്റ്റർ കാരണം മരണപ്പെട്ടു എന്നാണ് നമ്മുടെ ഗവൺമെന്റിന്റെ റിപ്പോർട്ട് പറയുന്നത്. ഓക്കെ, പിന്നെന്താ, എ ഗവൺമെന്റ് affidavit in 2006 stated that the gas leak incident caused 5,58,125 injuries, including 38,478 temporary partial injuries
and approximately 3,900 severely and permanently disabling injuries. None can say if future generations will not be affected. അല്ലെ? അതായത് എന്താ പറഞ്ഞ ഇവിടെ ഈ ഒരു ഗ്യാസ് ലീക്കേജ് കാരണം 5,58,125 ഇഞ്ചുറീസ് ഉണ്ടായി. ആൻഡ് അതുപോലെ തന്നെ അതിൽ എങ്ങനെയായിരുന്നു 38,478 ടെമ്പററി പാർഷ്യൽ ഇഞ്ചുറീസ് ആയിരുന്നു. ആൻഡ് അതുപോലെ അപ്രോക്സിമേറ്റ്ലി 3,900 സിവിയർലി ആൻഡ് പെർമനന്റ്ലി ഡിസേബിളിംഗ് ഇഞ്ചുറീസ് ഉണ്ടായിരുന്നു. ഓക്കെ, അപ്പൊ കുറെ ആൾക്കാർ മരണപ്പെട്ടു എന്ന് പറഞ്ഞു. അതുകൂടാതെ ഇത്രയും വലിയൊരു കൗണ്ട്, അതായത് 5,58,000 ആൾക്കാർ അല്ലെ, ഏകദേശം 6 ലക്ഷത്തോളം ആൾക്കാർ എന്ത് ചെയ്തു, ഇഞ്ചോർഡ് ആയിട്ടാണ് പിന്നീട് മാറിയത് അല്ലെ. ആൻഡ് അതിൽ തന്നെ ഒരു 38,000 ആൾക്കാർ എങ്ങനെയായിരുന്നു, ഒരു ടെമ്പററി പാർഷ്യൽ ഇഞ്ചുറീസ് ആയിരുന്നു. പക്ഷെ ബാക്കിയുള്ള ഒരു 3,900 ആൾക്കാർ എങ്ങനെയായിരുന്നു, പെർമനന്റ് ആയിട്ട് ഒരു ഡിസേബിൾ ആയിട്ട്, പെർമനന്റ് ഹാൻഡിക്യാപ്ഡ് എന്നുള്ള ഒരു രീതിയിൽ അവർ മാറിയെന്നാണ്. നോർമലി ഉണ്ടായ ആൾക്കാർ എന്ത് ചെയ്തു, പെർമനന്റ്ലി ഡിസേബിൾ ഉള്ള ആൾക്കാരായിട്ട് മാറി ഈ ഒരു ഡിസാസ്റ്റർ കാരണം. ഓക്കെ, ആൻഡ് നൺ ക്യാൻ സേ ഈ ഫ്യൂച്ചർ ജനറേഷൻ വിൽ നോട്ട് ബി ഇഫക്റ്റഡ്. അപ്പൊ ഇതിന്റെ ഈ ഒരു സംഭവം കാരണം തന്നെ ഫ്യൂച്ചർ ജനറേഷൻ എന്തുണ്ടായിരുന്നു, ഒരുപാട് രീതിയിലുള്ള ഡിസബിലിറ്റീസ് ഉണ്ടായിരുന്നു ആ ഒരു നിയർ ബൈ സിറ്റീസിൽ. ഓക്കെ, പിന്നെയും വരുന്ന തലമുറക്ക് ഒന്നുണ്ടായിരുന്നു ഇതിന്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ് കണ്ടിട്ടുണ്ടായിരുന്നു. സോ അതാണ് അവിടെ ജസ്റ്റ് മെൻഷൻ ചെയ്തിട്ടില്ല. പിന്നെന്താ, ഇനീഷ്യൽ എഫക്ട്സ് ഓഫ് എക്സ്പോഷർ. നമ്മുടെ ഈ ഒരു സംഭവം സംഭവിച്ചതിന്റെ അതിന്റെ ഇനീഷ്യൽ ആയിട്ടുണ്ടായ എഫക്ട് എന്തൊക്കെയാണെന്നാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ജസ്റ്റ് നോട്ട് ചെയ്താൽ മതി. കോഫിംഗ്, സിവിയർ ഐ ഇറിറ്റേഷൻ, ഫീലിംഗ് ഓഫ് സഫോക്കേഷൻ, ബേണിംഗ് സെൻസേഷൻ ഇൻ ദ റെസ്പിറേറ്ററി ട്രാക്ട്, ബ്രെത്ത്ലെസ്നെസ്, സ്റ്റൊമക് പെയിൻ, വൊമിറ്റിംഗ്. ഇതൊക്കെയായിരുന്നു അതിന്റെ ഇനീഷ്യൽ സ്റ്റേജിൽ ഉണ്ടായിരുന്ന അതിന്റെ ആഫ്റ്റർ എഫക്ട് എന്ന് പറയുന്നത്. അതായത് നമ്മുടെ ഈ ഗ്യാസ് ലീക്കേജ് ആയിട്ടില്ലേ, അപ്പൊ ആ ഒരു സ്പോട്ടിൽ തന്നെ ഉണ്ടായിട്ടുള്ള അതിന്റെ ഒരു ഇനീഷ്യൽ എഫക്റ്റ് ആണ് ഇവിടെ പറഞ്ഞത്. ജസ്റ്റ് നോട്ട് ചെയ്ത് നോക്കിയാൽ മതി. ഓക്കെ, ആൻഡ് ഇപ്പൊ നിങ്ങളൊരു പിക്ചർ കാണുന്നില്ലേ ഇവിടെ. ഇപ്പോ ഞാൻ ആദ്യം പറഞ്ഞില്ലേ, നമ്മുടെ ഈ ഒരു ഭോപ്പാൽ സിറ്റി എന്ന് പറയുമ്പോൾ പുലർച്ചെയായിരുന്നു നമ്മുടെ ഈ ഒരു സംഭവം സംഭവിച്ചത് അല്ലേ. അപ്പൊ അതിനുശേഷം അന്നത്തെ ദിവസം രാവിലെ ആയപ്പോൾ നമ്മുടെ സിറ്റി എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് ഞാൻ പറഞ്ഞേ, ഫുള്ളായിട്ട് നമ്മുടെ ഡെഡ് ബോഡീസ് കൊണ്ട് ഫില്ല് ചെയ്ത രീതിയിലായിരുന്നു അല്ലേ. അപ്പൊ ആ ഒരു പിക്ചറാണ് നിങ്ങൾ ഇപ്പൊ ഇവിടെ കാണുന്നത്. കാണാൻ പറ്റുന്നില്ലേ? ക്ലിയർ ആവുന്നില്ലേ? ഓക്കെ, ആ ഒരു പെർട്ടിക്കുലർ പിക്ചറാണിത്. പിന്നെന്താ, പിന്നെ അതിന്റെ ആഫ്റ്റർ എഫക്ട് ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള കാര്യം തന്നെയാണ്. എന്തൊക്കെ ഉണ്ടായത്, ഐസിനെ എഫക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് നമ്മുടെ ഈ ഒരു ഗ്യാസ് ലീക്കേജ് നടന്നില്ലേ, അതിന് ശേഷം സർവൈവ് ചെയ്ത ആൾക്കാരുണ്ടല്ലേ, അവർക്കൊക്കെ എന്തൊക്കെയാണ് ഡിസബിലിറ്റീസ് ഉണ്ടായെന്നാണ് പറയുന്നത്. അവരുടെ ഒക്കെ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, നമ്മുടെ കാഴ്ചേനെ വലിയൊരു രീതിയിൽ ഇഫക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പല ആൾക്കാർക്കും ബ്ലൈൻഡ് ആയിട്ട് മാറി എന്നാണ് പറയുന്നത് ഈ ഒരു ഡിസാസ്റ്റർ കാരണം. അപ്പൊ ഐസിന് ഒരുപാട് വലിയ രീതിയിൽ ഇഫക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ എന്താ, ലങ് ഇഞ്ചുറി, നമ്മുടെ ശ്വാസകോശത്തിന്റെ അതിന് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, വളരെ ഹാർംഫുൾ ആയിട്ട് ഇത് ഇഫക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെന്താ, നമ്മുടെ ഇമ്മ്യൂണറി സിസ്റ്റം, ന്യൂറോളജിക്കൽ സിസ്റ്റം, സൈക്കോളജിക്കൽ ഇഫക്റ്റ് വരെ നമ്മളിൽ ഉണ്ടാക്കി, മനുഷ്യന്മാരിൽ ഇത് ഉണ്ടാക്കി എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ വിമൻസിന്റെ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം അതിന് ഇഫക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, പിന്നെ നമ്മുടെ ഈ മനുഷ്യന്മാരുടെ കൂടാതെ നമ്മുടെ പരിസ്ഥിതിയില്ലേ, എൻവയോൺമെന്റിന് ഒരു വലിയ രീതിയിൽ ഇത് ഇഫക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, അതാണ് ഇവിടെ പറഞ്ഞത്, ദി ഗ്രൗണ്ട് വാട്ടർ അറൌണ്ട് ദി പ്ലാന്റ് ഈസ് പൊല്യൂട്ടഡ്. നമ്മുടെ ഈ ഒരു ഡിസാസ്റ്റർ നടന്ന ആ ഒരു ഏരിയ ഇല്ലേ, ആ ഒരു സിറ്റി അല്ലേ, അപ്പൊ അതിന്റെ ഗ്രൗണ്ട് വാട്ടറിന് തന്നെ, ഭൂഗർഭ ജലത്തിനെ തന്നെ എന്ത് ചെയ്തിട്ടുണ്ട്, കംപ്ലീറ്റ് ആയിട്ട് ഇത് പൊല്യൂട്ട് ആക്കി എന്നാണ് പറയുന്നത്. ഓക്കെ, അതുപോലെ തന്നെ കണ്ടാമിനേഷൻ ഓഫ് സോയിൽ, സോയിലിന്റെ കാര്യത്തിൽ ഇവിടെ വലിയ രീതിയിലൊരു നാശം നടന്നിട്ടുണ്ട്, നശീകരണം നടന്നിട്ടുണ്ട്. ആൻഡ് അതുപോലെ ലോസ് ഓഫ് കോൺഷ്യസ്നെസ് വെൻ എൻറ്ററിങ് ദ ഏരിയ ഫോർ മോർ ദാൻ 10 minutes. ഈ ഒരു സംഭവം നടന്ന ഒരു പെർട്ടിക്കുലർ സിറ്റി, പെർട്ടിക്കുലർ പ്ലേസ് ഉണ്ടല്ലേ, ആ ഒരു സ്ഥലത്തേക്ക് ഒരു 10 മിനിറ്റിൽ കൂടുതൽ നിൽക്കുമ്പം എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, പല ആൾക്കാരും അൺകോൺഷ്യസ് ആയിട്ട് പോകുന്നതായിട്ട് കണ്ടിട്ടുണ്ടായിരുന്നു, ഒബ്സർവ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ നമുക്ക് എന്തായിട്ട് പറയാൻ പറ്റും, ഇതിന്റെ ആഫ്റ്റർ എഫക്റ്റ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്ന കാര്യമാണ്. നമ്മുടെ മനുഷ്യന്മാരെയും ഒരു കംപ്ലീറ്റ് വലിയ രീതിയിൽ ഇഫക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന്റെ കൂടെ തന്നെ എന്ത് കൂടെ ചെയ്തിട്ടുണ്ടായിരുന്നു, നമ്മുടെ നേച്ചറിനെയും വളരെ മോശമായ രീതിയിൽ ഹാർംഫുൾ ആയിട്ട് എഫക്ട് ചെയ്തിട്ടുള്ള ഒരു ഡിസാസ്റ്റർ ആയിരുന്നു നമ്മുടെ ഭോപ്പാൽ ഗ്യാസ് ട്രാജഡി എന്ന് പറയുന്നത്. ഓക്കെ, അത്രയും തന്നെ വേൾഡിൽ തന്നെ നടന്നിട്ടുള്ളതിൽ വെച്ചിട്ട് ഏറ്റവും വലിയൊരു ദുരന്തമായിട്ട് നമുക്ക് പറയാൻ പറ്റുന്ന ഒന്നാണിത്. ഇതൊക്കെ അതിന്റെ റിലേറ്റഡ് ആയിട്ടുള്ള പിക്ചേഴ്സ് ആണ്, കാണുന്നില്ലേ ഇത്. അതിന് ശേഷം വന്നിട്ടുള്ള ഫ്യൂച്ചർ ജനറേഷൻ ഇല്ലേ, അവർക്കൊക്കെ ഉണ്ടായ ഡിസബിലിറ്റീസ് ആയിരുന്നു ഇത്. അതുപോലെ സർവൈവ് ചെയ്ത ആൾക്കാർ, അതൊക്കെ കാണിക്കുന്ന കുറച്ച് പിക്ചേഴ്സ് ആണ് ഇത്. കണ്ടിട്ടുണ്ടാവുമായിരിക്കും നിങ്ങളിതൊക്കെ. ഓക്കെ ഓക്കെ
സോ അതായിരുന്നു നമ്മുടെ ഭോപ്പാൽ ഗ്യാസ് ട്രാജഡിനെ പറ്റിയിട്ട് നമുക്കൊരു ബ്രീഫായിട്ട് പറയാനുള്ള കാരണം. എന്താണ് ഭോപ്പാൽ ഗ്യാസ് ട്രാജഡി, അതുപോലെ എന്തുകൊണ്ടാണ്, എങ്ങനെയാണ് അത് സംഭവിച്ചത്, ആൻഡ് എന്തൊക്കെയായിരുന്നു അതിന്റെ ആഫ്റ്റർ ഇഫക്റ്റ്. ക്ലിയർ ആയ ഒരു ബേസിക് ഐഡിയ കിട്ടിയില്ല എന്താണെന്നുള്ളത്? ബ്രീഫായിട്ട് മനസ്സിലായില്ലേ കാര്യം, എന്താണ് ഭോപ്പാൽ ഗ്യാസ് ട്രാജഡി സംഭവിച്ചതെന്നുള്ള കാര്യം? ഓക്കെ. എക്സാമിന് ഇങ്ങനെ ഡയറക്റ്റ് ആയിട്ട് ഇത് എക്സ്പ്ലെയിൻ ചെയ്യാനൊന്നും നിങ്ങളോട് ചോദിക്കില്ല കേട്ടോ. ഈ ഒരു പെർട്ടിക്കുലർ ഇൻസിഡന്റിൽ നിന്ന് ഇതിന്റെ ആഫ്റ്റർ എഫക്റ്റ് ആയിട്ട് ഉണ്ടായിട്ടുള്ള കാര്യങ്ങളെ നിങ്ങൾ എന്ത് മനസ്സിലാക്കി, നിങ്ങൾ എന്ത് അനലൈസ് ചെയ്തു എന്നാണ്, അങ്ങനെയൊക്കെ ആയിരിക്കും ചിലപ്പോൾ എക്സാമിന് ക്വസ്റ്റ്യൻ വരിക കേട്ടോ. ഓക്കെ, നമുക്ക് അതിന്റെ ഒരു കൺക്ലൂഷൻ ആയിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് പറയാം, അല്ലെങ്കിൽ കൺക്ലൂഷൻ ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ, ദ ഡിസാസ്റ്റർ ഡിഡ് പേവ് ദ വേ ഫോർ മച്ച് സ്ട്രിക്റ്റർ ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡ് for environmental safety, preventative strategies to avoid similar accidents. ഈ ഭോപ്പാൽ ഗ്യാസ് ട്രാജഡി എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയൊരു ദുരന്തമായിരുന്നു അല്ലെ. അപ്പൊ അത് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, അത് നമുക്കൊരു ലെസൺ ആയിരുന്നു ആക്ച്വലി. അതിന് ശേഷമുള്ള പല കാര്യങ്ങൾക്കുള്ള ഒരു ലെസൺ ആയിരുന്നു നമ്മുടെ ഈ ഒരു ദുരന്തം എന്ന് പറയുന്നത് അല്ലെ. അതിനുശേഷം എന്ത് സംഭവിച്ചു എന്ന് പറയുന്നത് അല്ലെ, ഇങ്ങനെയായിട്ടുള്ള രീതിയിലേക്ക് മാറി എന്ന് പറയുന്നത്, ഇറ്റ് പ്രൊവൈഡ് എ വേ, ലൈക്ക് പേവ് എ വേ for much stricter international standards for environmental safety, preventative strategies to avoid similar accidents. അപ്പോൾ അതിനുശേഷം ഇങ്ങനെ ഒരു ആക്സിഡന്റ് റിപ്പീറ്റ് ചെയ്യാൻ പാടില്ല അല്ലെ. അപ്പൊ അതിന് വേണ്ടിയിട്ട് റിപ്പീറ്റ് ചെയ്യാൻ, ഇങ്ങനെയുള്ള ആക്സിഡൻസ് ഇനിയും റിപ്പീറ്റ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള നടപടികൾ കൈക്കൊള്ളാൻ വേണ്ടിയിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്തു അല്ലെ, മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്തു ഈ ഒരു ഡിസാസ്റ്റർ എന്നാണ് പറയുന്നത്. കൺക്ലൂഷൻ ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്ന ഒരു കാര്യമാണ്. പിന്നെന്താ, ബെറ്റർ അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ദി ഫാക്ട് ദാറ്റ് ഇൻഡസ്ട്രീസ് നീഡ് ടു അപ്ലൈ ഗുഡ് പ്രോസസ് സേഫ്റ്റി മാനേജ്മെന്റ് സിസ്റ്റംസ് ആൻഡ് ഹാവ് എഫിഷ്യന്റ് ആൻഡ് സേഫ് ഹാൻഡ്ലിംഗ് സ്റ്റോറേജ് കപ്പാസിറ്റീസ് ഓഫ് ഇൻഡിവിജ്വൽ റിയാക്റ്റീവ് കെമിക്കൽസ്. ഏതൊരു ഇൻഡസ്ട്രി ആയാലും അതിന് എന്തൊക്കെ ഉണ്ടായിരിക്കണം, കംപ്ലീറ്റ് ആയിട്ട് സേഫ്റ്റി മാനേജ്മെന്റ് സിസ്റ്റം മസ്റ്റ് ആയിട്ടും ഉണ്ടായിരിക്കണം അല്ലെ. ഇല്ലെങ്കിൽ അത് ഇതുപോലെയുള്ള വലിയ ഡിസാസ്റ്ററിന് കാരണമാവുന്നതാണ് പറയുന്നത് അല്ല. അതാണ് നമുക്ക് കൺക്ലൂഡ് ചെയ്ത് പറയാൻ പറ്റുന്ന ഒരു കാര്യം. ഇവിടെ ആ ഒരു സേഫ്റ്റി മാനേജ്മെന്റിന്റെ ഒരു കുറവുണ്ടായിരുന്നു അല്ല, അവരുടെ ഒരു പോരായ്മ ഉണ്ടായിരുന്നു അല്ലെ. അതും ഒരു തരത്തിൽ ഇതിന് കാരണമായിട്ടാണ് നമുക്ക് പറയാൻ പറ്റും. ഏതൊരു ഇൻഡസ്ട്രി ആയാലും മസ്റ്റ് ആയിട്ടും അവിടെ സേഫ്റ്റി മാനേജ്മെന്റ് സിസ്റ്റം പ്രോപ്പർ ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ടോ നമ്മൾ എപ്പോഴും എൻഷുർ ചെയ്തിരിക്കേണ്ട ഒരു കാര്യമാണ്. ഓക്കെ, പിന്നെന്താ, എൻവയോൺമെന്റൽ അവയർനെസ് ആൻഡ് ആക്ടിവിസം ഇൻ ഇന്ത്യ ഹാസ് ഇൻക്രീസ്ഡ് ട്രെമൻഡസ്ലി. ഈ ഒരു സംഭവം നടന്നതിന് ശേഷം നമ്മുടെ ഇന്ത്യയിൽ തന്നെ എന്ത് സംഭവിച്ചു, നമ്മുടെ എൻവയോൺമെന്റൽ അവയർനെസ്സിനെ പറ്റിയിട്ട് അല്ലെ, എൻവയോൺമെന്റൽ അവയർനെസ്സും അതുപോലെ തന്നെ ആക്ടിവിസം വളരെ വലുതായിട്ട് ഇൻക്രീസ് ചെയ്തു എന്നാണ് പറയുന്നത്. ഓക്കെ, അല്ലെങ്കിൽ അതിനെപ്പറ്റിയുള്ള അവയർനെസ് ഓരോ ആൾക്കാരുടെ ഉള്ളിലും ക്രിയേറ്റ് ആയി എന്നാണ് പറയുന്നത്. അതിന് വേണ്ടിയിട്ട് കാരണമായി നമ്മുടെ ഈ ഒരു ഭോപ്പാൽ ട്രാജഡി എന്നാണ് പറയുന്നത്. ഓക്കെ, അതുപോലെ ഇറ്റ് സെർവ്സ് ആസ് എ വാർണിംഗ് ടു ഡെവലപ്പിംഗ് നേഷൻസ് ടു ക്രിയേറ്റ് ദി റൈറ്റ് ബാലൻസ് ബിറ്റ്വീൻ ഹ്യൂമൻ, environmental and economic status on the path to industrialization. ഇപ്പോൾ ഈ ഒരു ഗ്യാസ് ട്രാജഡി എന്ന് പറയുന്നത് ബാക്കിയുള്ള ഡെവലപ്പിംഗ് കൺട്രീസ് ഉണ്ടല്ലേ, അപ്പൊ അവർക്കും എപ്പോഴും ഒരു ലെസൺ ആയിട്ട് കാണാൻ പറ്റുന്ന ഒന്നാണ്. കാരണം ഏതൊരു രാജ്യമായാലും എന്തെങ്കിലും ഒരു പെർട്ടിക്കുലർ ഇൻഡസ്ട്രിയലൈസേഷൻ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ അവിടെ എപ്പോഴും നമ്മൾ എന്ത് എൻഷുർ ചെയ്യണം, അവിടെയുള്ള ഹ്യൂമൻ ബീങ്സും അതുപോലെ തന്നെ ഈ എൻവയോൺമെന്റും അതുപോലെ തന്നെ എക്കണോമിക്കൽ സ്റ്റാറ്റസും ഒക്കെ ഒരു റൈറ്റ് പ്രോപ്പർ ബാലൻസിലാണോ എന്നുള്ളത് നമ്മൾ എപ്പോഴും എൻഷുർ ചെയ്യേണ്ട ഒരു കാര്യമാണ്. ആ ഒരു പ്രോപ്പർ ബാലൻസ് ഇല്ലെങ്കിലാണ് ഇതുപോലെയുള്ള പല ഇൻസിഡൻസും സംഭവിക്കാൻ നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ അതിന് വേണ്ടി കൂടിയിട്ടുള്ള ആ ഒരു കാര്യം മനസ്സിലാക്കാൻ കൂടി വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു ഇൻസിഡന്റ് ഹെൽപ്പ് ചെയ്തതായിട്ട് നമുക്ക് പറയാൻ പറ്റും. ഇതൊക്കെയാണ് നമുക്ക് അതിന്റെ ഒരു കൺക്ലൂഡ് ചെയ്ത് പറയാൻ പറ്റുന്ന 13 പോയിന്റ്സ് എന്ന് പറയുന്നത്. ഓക്കെ ആയിട്ടില്ലേ ഈ ഒരു കാര്യം? ഓക്കെ അല്ലേ? സോ ഒന്ന് ബാക്കിയുള്ളവരൊന്ന് അറ്റൻഡൻസ് പറഞ്ഞേ. അക്ഷയ് ഇല്ലേ ഇവിടെ? ഉണ്ട്. ഓക്കെ, അശ്വിൻ ഇല്ല, അശ്വിൻ ആയിരുന്നുണ്ടോ? ഓക്കെ, ഷാരോൺ? ഉണ്ട്. വൈഷ്ണവ്? സാർ. ഓക്കെ, ശരി. അപ്പോ ഇത്രയെല്ലാം നമ്മൾ തേർഡ് മൊഡ്യൂൾ കംപ്ലീറ്റ് ചെയ്തു കേട്ടോ. തേർഡ് മൊഡ്യൂൾ കംപ്ലീറ്റ് ആയേ. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ പിന്നീട് എന്നോട് ചോദിച്ചാൽ മതി. ഇപ്പൊ തേർഡ് മൊഡ്യൂൾ നമ്മൾ ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഓക്കെ അല്ലേ? അപ്പോൾ
ക്ലിയർ ആയിട്ടില്ല, എന്തെങ്കിലും മനസ്സിലായിട്ടില്ലെങ്കിൽ നിങ്ങൾ പറഞ്ഞാൽ മതി കേട്ടോ, ഞാൻ ഒന്നുകൂടെ എടുത്തു തരാം. ഓക്കെ അല്ലേ? അപ്പോൾ ഓക്കെ. സോ ഞാൻ നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം കേട്ടോ. ശരി.